18 വയസ്സ് പൂർത്തിയാക്കിയ ആളുകളായിരിക്കണം. അത് വോട്ടർമാരാണെന്നർത്ഥം. അപ്പോൾ ഇന്ത്യയിൽ 1/3 വോട്ടർമാർ ഇവരുടെ ഈ കുപ്പിയിലുണ്ട് എന്നർത്ഥം. അത്രയും ഭീകരമായിട്ടുള്ള മാനിപ്പുലേഷൻ കഴിയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് മെറ്റ എന്ന് പറയുന്നത്. 33 മില്യൺ ഫോളോവേഴ്സുള്ള അക്കൗണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അന്ന് ട്രംപിനുണ്ടായിരുന്നെന്ന് പറഞ്ഞത്. അത് ഇൻസ്റ്റഗ്രാം ഒന്ന് റിമൂവ് ചെയ്തു. ഇങ്ങനെയുള്ള ആളുകളെ നിരീക്ഷിക്കാനും ഇത് ബ്ലോക്ക് ചെയ്യാനും ഇത് ഒഴിവാക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനമുണ്ട്. മാത്രവുമല്ല അതിനകത്ത് തന്നെയുള്ള സിസ്റ്റത്തെക്കുറിച്ച് പറയാറുള്ളത് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ ചില ഇടപെടലുകൾ മെറ്റയുടെ കീഴിലുള്ള ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടേതായ ഗൈഡ് ലൈനുകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടേംസും കണ്ടീഷൻസും എല്ലാം ഉണ്ട്. ഇങ്ങനെ സമൂഹത്തിൻ്റെ ഒരു സൗഹാർദ്ദത്തെയോ നാടിൻ്റെ സ്വസ്ഥതയോ തകർക്കുന്ന ഇത്തരം രംഗങ്ങളിൽ കൃത്യമായ കാഴ്ചപ്പാടുകൾ അവർ പറയാറുണ്ട്. എന്നാൽ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് നമ്മുടെ ഇലക്ഷൻ്റെ ഒരു സമയത്ത് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വീഡിയോ അത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. 14ഓളം വീഡിയോകൾ വന്നു എന്നും അത് കലാപാഹ്വാനം മുസ്ലിം സമൂഹത്തിനെതിരെ ഉള്ള ഒരു കലാപാഹ്വാനമാണ് അതിൻ്റെയൊക്കെ കണ്ടൻറ്റ് എന്നുമാണ് വാർത്തയിൽ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഹമീദ് മാഷേ, ഇത് ഒരു ബോധപൂർവമാണോ അതല്ല അറിയാതെ സംഭവിച്ചതാണോ? യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം അതിനെങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? മെറ്റ എന്നത് ലോകത്തിൽ ഏറ്റവും വലിയൊരു സോഷ്യൽ മീഡിയ ഭീമനാണ്. നമ്മൾ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ചേർന്നാണ് ഈ മെറ്റ എന്നുള്ള പ്ലാറ്റ്ഫോം മാർക്ക് സുക്കൻബർഗിൻ്റെ കീഴിലുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മറ്റ് ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ പോലെയും ചില സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ തങ്ങൾക്കുമുണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള കണ്ടൻറ്റ് അത് ഒരിക്കലും തന്നെ സമൂഹത്തിന് ഹാംഫുൾ ആകാൻ പാടില്ല. വയലൻസ് അല്ലെങ്കിൽ ക്രിമിനാലിറ്റി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സമൂഹത്തിന് ഹാനികരമാകുന്ന രൂപത്തിലായിക്കൂടാ എന്നുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം തടയുന്നതിന് കൃത്യമായിട്ടുള്ള ശ്രദ്ധയുള്ള ബദ്ധശ്രദ്ധരായിട്ടുള്ള അതിനുവേണ്ടി ഉള്ള സംവിധാനങ്ങളുള്ള ഒന്നാണ് ഞാൻ പറയാറുള്ളത്. പക്ഷെ പല ഘട്ടങ്ങളിലും ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റയൊക്കെ നേരത്തെ തന്നെ ആരോപണ വിധേയരായിട്ടുണ്ട്. ഇത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വാച്ച് ഗ്രൂപ്പുകൾ പരാതിപ്പെടുകയും അവരോട് തന്നെ ഇത്തരത്തിലുള്ള ഈ കണ്ടൻറ്റുകൾ പുറത്തു വരുന്നത് തടയാൻ വേണ്ട സംവിധാനങ്ങൾ രൂപപ്പെടുത്തണം അല്ലെങ്കിൽ അതിനുവേണ്ടി നിർദ്ദേശങ്ങൾ വരെയൊക്കെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒക്കെ നടക്കുമ്പോൾ തന്നെയും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെയും ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ മെറ്റയുടെ ഒരു സ്വഭാവം മാറുകയല്ല, കൂടുതൽ വിഷലിപ്തമാവുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടുതൽ പ്രകടമായി. ഈ സമയത്ത് ശരിക്കും ഈക്കോ എന്ന് പറയുന്ന EKO എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ ഇന്ത്യ സിവിൽ വാച്ച് ഇൻ്റർനാഷണൽ ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തിയൊരു ഓപ്പറേഷനാണ് ശരിക്കും ഇതെന്ന് പറയാം. അവർ ഒരു 22 24 ഈ AI ജനറേറ്ററായിട്ടുള്ള ഇത് നേരത്തെ ഉള്ള ഈ കണ്ടൻറ്റുകൾ ഉള്ള ഇതിപ്പം BJP ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ, അവർ പുഴുക്കളാണ്, നുഴഞ്ഞുകയറ്റക്കാരാണ്, അവർ ഈ രാജ്യത്തെ വീണ്ടും വെട്ടിമുറിക്കും, അതല്ലെങ്കിൽ രാമക്ഷേത്രം തകർക്കും, മോദിയെ കൊല്ലും, ഇങ്ങനെയുള്ള രൂപത്തിലുള്ള പല പ്രചരണങ്ങളും. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കൾ അവർക്കെതിരെ ഇത്തരത്തിൽ നടന്ന പ്രചരണങ്ങൾ, ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ചില വീഡിയോകൾ അഡ്വൈറ്റുകളാണ് ചെയ്തത്, ആഡുകളാണ് ഇവർ യഥാർത്ഥത്തിൽ റീക്രിയേറ്റ് ചെയ്ത് AI ഉപയോഗിച്ച് ടെക്നോളജി ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു ഉണ്ടാക്കിയിട്ട് ഇതിവർ ഫേസ്ബുക്കിൻ്റെ ഡാറ്റാബേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഒരു കണ്ടൻറ്റ് റിലീസ് ചെയ്യപ്പെടണമെങ്കിൽ അത് പുറത്തു വരണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം, ഇവരുടെ ഒരു പരിശോധന ചില പ്രത്യേക ഘട്ടങ്ങൾ കടന്നു പോയാൽ മാത്രമേ ഇത് പുറത്തേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ വരാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളാണ് പോസ്റ്റ് ചെയ്ത നേരെ എന്താണ്
അതിനകത്തേക്ക് വരുമെന്ന് ചെയ്യില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ് യഥാർത്ഥത്തിൽ ഇവർ വാദിക്കുന്ന രൂപത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതാണ് ഇവരുടെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ട് ആണ് ഈ ഗാർഡിയൻ പത്രം പുറത്തുവിടുന്നത്. അവിടെയാണ് ഇതിൻ്റെ ഭീകരത നമ്മൾ കാണുന്നത്. ഇതിനകത്ത് 14 വീഡിയോകൾ, അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെൻ്റ് എന്നാണ് അതിന് പറയേണ്ടത്, അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഏറ്റവും നികൃഷ്ടമായ പ്രചരണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളായിരുന്നു. ഇത് യാതൊരുവിധ തടസ്സമില്ലാതെ എന്ത് ചെയ്തു ആളുകളിലേക്ക് എത്തുകയല്ല. ശരിക്കും വെച്ചാൽ ഇത് പിന്നെ നമ്മളിപ്പോൾ റിലീസ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ തന്നെയാണ് പിന്നെന്ത് ചെയ്യുക, നമ്മളിതിലേക്കാണ് നമ്മൾ കാണുക വെച്ചാൽ നമുക്കത് പിന്നെന്ത് ചെയ്യാം, ഷെയർ ചെയ്യാവുന്ന രൂപത്തിലായിരിക്കുമല്ലോ. ആ രീതിയിൽ എന്ത് ചെയ്തു, റിലീസ് ചെയ്യാവുന്ന രൂപത്തിൽ വന്നു. ഇത് റിലീസ് ചെയ്തില്ല. ഈ ടീം ചെയ്തതെന്ന് വെച്ചാൽ ഇതെല്ലാം എന്ത് ചെയ്തു, പിൻവലിച്ചു. അവരുടെ ഇതിൽ നിന്ന് പിൻവലിച്ചു പിന്നീട്. കാരണം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. 5 വീഡിയോകളാണ് 3 വീഡിയോകൾ കുറച്ച് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്തു. 5 വീഡിയോകളാണ് തടഞ്ഞു വെച്ചത്. ആ 5 വീഡിയോകളിൽ ഒരു വീഡിയോ ആകട്ടെ മോദിക്കെതിരെ ഉള്ളൊരു ചില ഡിസ്റ്റോർട്ടറായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഫലത്തിൽ മുസ്ലിം വിരുദ്ധമായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എന്താണോ BJP ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന രാഷ്ട്രീയം എന്നുള്ള ആശയത്തെ, ഇതിനെയൊക്കെ എന്താണ് നേരത്തെ തന്നെ, ഇപ്പോൾ എന്നുള്ളതല്ല, നേരത്തെ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനെയെല്ലാം സാധൂകരിക്കുന്ന അടിവരയിടുന്ന രൂപത്തിലെല്ലാം എന്ത് ചെയ്തു പുറത്തു വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ യഥാർത്ഥത്തിൽ ബോധ്യമായൊരു കാര്യം എന്താ വെച്ചാൽ, ഈ മെറ്റയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഇവരുടെ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ഫെയിലിയറാണ്, അതല്ലെങ്കിൽ ഇതിൽ ബോധപൂർവമായിട്ടുള്ള എന്തോ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് സൂക്ഷ്മമായിട്ട് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. 33-35 കോടിയാണ് ഇന്ത്യയിലെ ഇവരുടെ അക്കൗണ്ട് ഹോൾഡേഴ്സ്. അത് നമുക്കറിയാം. മിക്കവാറും അതിപ്പോൾ ഒരു നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ 18 വയസ്സ് പൂർത്തിയാക്കിയ ആളുകളായിരിക്കണം. അത് വോട്ടർമാരാണെന്നർത്ഥം. അപ്പോൾ ഇന്ത്യയിൽ 1/3 വോട്ടർമാർ ഇവരുടെ ഈ കുപ്പിയിലുണ്ട് എന്നർത്ഥം. അത്രയും ഭീകരമായിട്ടുള്ള ഒരു മാനിപ്പുലേഷന് കഴിയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് മെറ്റ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇതിന്ന് ഭീകരമായ ലാഭവും കൊയ്യാൻ പറ്റും. അങ്ങനത്തെ ആഡുകളാണിത്. അപ്പോൾ ഇതിനെ ഇവർ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാത്രമല്ല മെറ്റയെ സംബന്ധിച്ചോളം അവിടെ ഏറ്റവും വലിയ മീഡിയ കമ്മ്യൂണിറ്റി ഇന്ത്യയാണ്. അതെ, US-ൻ്റെയൊക്കെ ഇരട്ടിയോളം വരുന്നതാണ് ഇന്ത്യയിലെ വ്യൂവേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അത് ഉപയോഗിക്കുന്നവരുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയണമെന്ന് വെച്ചാൽ, ഇത് ഈ ഫേസ്ബുക്കിനെ കുറിച്ചുള്ള അത്തരം, നേരത്തെ മെറ്റ വരുന്നതിന് മുമ്പ് ഫേസ്ബുക്കിനെ കുറിച്ച് ഉള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് കാരണം 14 BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരിനോടുള്ള ഉള്ള ചായ്വ്, ഒപ്പം ഇത്തരത്തിലൊക്കെ പ്രത്യേകിച്ച് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴേക്കും എന്താണ്, പ്രചരണ രംഗത്തുണ്ടായിരുന്ന BJPയുടെ ആശയങ്ങൾക്കുള്ളൊരു പ്രൊമോഷൻ കൊടുക്കുന്ന രൂപമൊക്കെ ഉണ്ടായി. ഇത് വ്യാപകമായിട്ട് വിമർശിക്കപ്പെട്ടപ്പോഴാണ് 2019 അവർ ഹ്യൂമൻ റൈറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ബോഡി രൂപീകരിച്ചു. എത്രത്തോളമാണ് അവരുടെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അതിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾക്ക് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ റിഫർമേഷൻസ് വരുത്തുക എന്നുള്ളതാണ്. ഇത് അപ്പോൾ മുസ്ലിം വിരുദ്ധമായിട്ട് ഇത്തരം കണ്ടലുകൾ, ഹിന്ദുത്വമായിട്ടുള്ള മൃദുല സമീപനം, ഇതൊക്കെയാണ് അന്ന് തന്നെ വിമർശിക്കപ്പെട്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ BJPയുടെ പ്രചരണങ്ങൾക്ക് എന്താണ് സഹായിക്കുന്ന ഒരു രൂപം. അങ്ങനെ ഇത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം, 2020 ഡൽഹിയിലെ കലാപം ഔദ്യോഗികമായി തന്നെ 50-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അത് നമുക്കൊക്കെ അറിയാം. ഒരു ഹെയ്റ്റ് സ്പീച്ചിൽ നിന്നാണത് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അത് പിന്നീട് ഇത് വ്യാപിക്കാനുള്ള പ്രധാന കാരണമായിട്ട് പറയപ്പെടുന്നത് ഫേസ്ബുക്കിനെ പോലെയുള്ള മീഡിയകളിലൂടെയാണ് ഇത് പ്രചരിപ്പിക്കപ്പെട്ടതെന്നുള്ളത്. കാരണം ഡൽഹിയിലെ കമ്മ്യൂണിറ്റി ഏറ്റവും വലിയ പ്രത്യേകത, അതിനകത്ത് ഒരു എലീറ്റ് ക്ലാസ് അടക്കമുള്ളവരാണ്. ഇവരൊക്കെ പൊതുവേ ഇത്തരത്തിലുള്ള മീഡിയ യൂസ് കൂടുതലുള്ളവരാണ്. അവർക്കിടയിലേക്കാണ് ഈ സാധനം പെട്ടെന്ന് പോകുന്നത്. അത് വളരെ പെട്ടെന്ന് കലാപം പടരാൻ
അപ്പോൾ ഇതും വിമർശന വിധേയമായി എന്നുള്ളതാണ്. എന്തായാലും 2022 ഈ ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഇവരുടെ ഒരു ഹ്യൂമൻ റൈറ്റ് റിപ്പോർട്ട്, ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചതുമൊക്കെ കുറേയൊക്കെ മെൻഷൻ ചെയ്യപ്പെട്ടെങ്കിലും ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് എന്ത് മെഷേഴ്സ് വേണം, അല്ലെങ്കിൽ ഇനി ഫേസ്ബുക്ക് എടുക്കാൻ പോകുന്ന നടപടികൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അത് മൗനം പാലിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല പ്രായോഗിക തലത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. 2023 സെപ്റ്റംബറിൽ, കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ്ടും എന്ത് ചെയ്തു, റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ടും തത്തുല്യമായ അളവിൽ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്നത് തന്നെയായിരുന്നു. കാരണം അവർ തന്നെ നടത്തിയ പഠനം, അവരുടെ തന്നെ റിപ്പോർട്ടാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഫേസ്ബുക്കിൻ്റെ, അല്ലെങ്കിൽ അപ്പോഴേക്കും മെറ്റയുടെ ഇത്തരത്തിലുള്ള ഒരു ക്ലോണിങ് ഇഫക്റ്റ് എന്താണ് എന്നുള്ളത് വ്യക്തമായ അർത്ഥത്തിൽ പുറത്തു കൊണ്ടുവന്നിരുന്നു അർത്ഥം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കേണ്ടത് എന്താണ്, ഇതിനനുസൃതമായിട്ടുള്ളൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻ അവർക്ക് ഉണ്ടാകണം. അത് ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിച്ചുകൂടാ എന്നവർക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് വളരെ വ്യക്തമായിട്ട് ചില നടപടികളിലൂടെ ഇത് നിർത്താൻ വേണ്ടി ചെയ്യാന്നുള്ളത്. എന്തായാലും ഈ നമ്മൾക്കറിയുന്നിടത്തോളം എന്താണ്, ഈ സമർത്ഥമായിട്ട് AI ഒക്കെ ഉപയോഗിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ 20ഓളം പ്രാദേശിക ഭാഷകൾ, അത് അവരുടെ സ്വന്തം ടീം ഉണ്ട്, അതിന് തന്നെ ഒരുപാട് തട്ടുകൾ, ലെവലുകളുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ 20ഓളം ഭാഷകളിൽ അവർക്ക് തേർഡ് പാർട്ടി കണ്ടൻറ് റിവ്യൂവേഴ്സ് ഉണ്ട്. അത് പരിശോധിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന്, കാരണം ആ രീതിയിലൊക്കെ ഉള്ളൊരു ടീമാണ്. അപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം, ഇത് ഒരു ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വരുമ്പോൾ അത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മാത്രമല്ല റെഡ് ലൈന് വരുന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ അത് അതിൻ്റെ മുകളിൽ പോയിട്ടൊക്കെ തന്നെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഈ തടയണകളെല്ലാം, അല്ലെങ്കിൽ ഈ ട്രാപ്പ് ഡോറുകളെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് ഈ AI ജനറേറ്റർ ആയിട്ടുള്ളത് മറികടന്നുകൊണ്ടാണ്. മാത്രമല്ല AI ജനറേറ്റർ ആണെങ്കിൽ അത് കുറേ കൂടെ വ്യക്തമായിട്ട് പിടിക്കുന്നതിനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഈ കണ്ടൻറ്റിൻ്റെ ഒരു സ്വഭാവം പരിശോധിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, BBC അടക്കം പൂട്ടി പോകേണ്ടി വന്നു. ധാരാളം സോഷ്യൽ മീഡിയ ഈ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്, പല കാരണങ്ങൾ പറഞ്ഞ്. എന്തായാലും ശരി, ഈ നടപടികളൊക്കെ എടുക്കുന്നത് ഇന്ത്യയിലെ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, റെയ്ഡ് നടക്കുന്നതുമൊക്കെ. അതിനർത്ഥം ചില കാര്യങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നിയമ നടപടികൾ എടുക്കാൻ ഇന്ത്യ സർക്കാരിന് അധികാരമുണ്ടെന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മെറ്റയ്ക്കെതിരെ നടപടിയെടുക്കാൻ, ഒരുപക്ഷെ ഇതിനെ നിരോധിക്കാൻ തന്നെ തക്ക കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കാരണം, ടെക്നോളജിയെ അതിൻ്റെ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാം എന്നുള്ള ഒരു വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ടെക്നോളജി അതിൻ്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ചില വാഗ്ദാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതിന് തത്തുല്യമായ നിയമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ഒന്നാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ, നമുക്കറിയാം ഇതൊക്കെ ആത്യന്തികമായിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ്. ഒരു രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുക എന്ന് പറയുന്നത്, അവർക്കിടയിൽ സ്പർദ്ധ വളർത്തുക എന്ന് പറയുന്നത്, അവർക്കിടയിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത്, അവർക്കിടയിൽ രക്തം ചിന്താൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത്, അവർക്കിടയിലുള്ള വയലൻസ് ഇത് എറപ്റ്റ് ചെയ്യാൻ കാരണമാകുന്ന കണ്ടൻറ്റ് റിലീസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാനോ നിങ്ങളോ പറഞ്ഞാൽ എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാലോ, അതെ അല്ലേ? ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സ്പീച്ച് നടത്തി കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ നിയമമുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് കോടിക്കണക്കിന് ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനൊരു സംവിധാനം ഉണ്ടാക്കി വെക്കുക എന്ന് പറയുമ്പോഴോ അതിനെതിരെ അതിനേക്കാൾ ശക്തമായിട്ടുള്ള നിയമ നടപടിക്ക് സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ട ഒരു കാര്യമാണ്, എടുക്കപ്പെടേണ്ടതാണെന്നർത്ഥം. രണ്ടെന്താ വെച്ചാൽ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ കണ്ടൻറ്റുകളെല്ലാം തന്നെ പലതും ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളാണ്. അത്തരത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ ദുർബലപ്പെടുത്തുന്നുണ്ട്, ഇലക്ഷനെ സ്വാധീനിക്കുന്നുണ്ട്.
വളരെ കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ അജണ്ട അതിൻ്റെ പിറകിൽ നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ ഇലക്ഷൻ ഇത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഒരു 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 പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ഇതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള നമ്മളിപ്പോൾ ഒരു ലഹരി മറ്റേ വ്യാപിപ്പിക്കാൻ എന്നതിനേക്കാൾ എത്രയോ ഗൗരവമുള്ളതാണ് സമൂഹത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള വിഷം പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉള്ള ഇതുകൾ. ഇനി ഇതിൽ വേറൊരു ഇതിപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ഇപ്പോൾ ആഡുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആഡുകൾ 48 മണിക്കൂറിന് മുമ്പ് എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഇവ യഥാർത്ഥത്തിൽ ആഡുകളാണ്. അതായത് പ്രചരണ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ആശയങ്ങളാണ്. കാരണം ഇവിടെ ഒരു ഏറ്റവും വലിയൊരു തന്ത്രം നമുക്ക് മനസ്സിലാക്കണം. ഈ വാർത്ത, പ്രൊപ്പഗണ്ട, പിന്നെ അല്ലെങ്കിൽ അതിനെ തന്നെ മസാല ചേർത്ത് ചെയ്യുന്ന സാധനങ്ങൾ, ഇവയൊക്കെ തമ്മിലുള്ളൊരു വ്യതിരിക്തത വലിയൊരു പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഒരു പ്രൊപ്പഗണ്ടയെ ഒരു വാർത്തയാക്കി മാറ്റി അല്ലെങ്കിൽ തിരിച്ചൊക്കെ എന്താണ് അതിൻ്റെ കണ്ടൻറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ നിലനിർത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പക്ഷേ ഈ മറ്റേ സംബന്ധിച്ചോളം പരിശോധിച്ച് വേണമെങ്കിൽ എന്താണ് പരിഹാരം കാണാവുന്ന വിഷയങ്ങളാണ്. അവിടെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല. നമുക്കറിയാം ഇപ്പം കോൺഗ്രസിൻ്റെ ഈ സോഷ്യൽ മീഡിയ ഹെഡായിരുന്ന എന്താണ് അരുൺ റെഡ്ഡിയോ ഒരു കക്ഷി, അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അമിത് ഷാക്കെതിരെ ഉള്ള ഒരു വീഡിയോ ഇതുപോലെ പിന്നെ കണ്ടൻറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു കാര്യത്തിന് ഒരാളെ, അത് പ്രത്യേകിച്ച് ഇപ്പോൾ അത്രയും ഉയർന്ന, അതായത് പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും വലിയ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നടപടിക്കെങ്കിലും വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാവുന്ന വിഷയങ്ങളാണിതൊക്കെ. പക്ഷേ ഇവിടേക്ക് നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇതൊന്നും തന്നെ സംഭവിക്കുന്നില്ലാണ്. മാത്രമല്ല BJPയെ സംബന്ധിച്ചോളം അതിനു വേണ്ടി ഒരു പ്രചരണത്തിലിറങ്ങിയതുപോലെയാണ് ഫേസ്ബുക്കിൻ്റെ താല്പര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊരു സിസ്റ്റമിക് ഫെയിലറാണെന്ന് പറയാൻ പറ്റില്ല. ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അത് ഈ ഷാഡോ അഡ്വർടൈസ് എന്ന് പറയുന്ന, അതിപ്പോൾ ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ വക്താവായി വരുന്നവനല്ല, പക്ഷെ ഞാൻ എന്തായിരിക്കും എൻ്റെ ഈ കണ്ടൻറ്റുകളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു കട്ടി അനുവദിക്കും. അപ്പോൾ അങ്ങനത്തെ ആഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, അത് പിന്നെ ഈ രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന കുറേ അതിനുവേണ്ട ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട്, അപ്പോൾ ഇത്തരത്തിലുള്ള ഷാഡോ അഡ്വർടൈസേഴ്സ് ഇതിനകത്ത് ധാരാളമായിട്ട് അത് ഫണ്ടഡ് ആയിരിക്കും മിക്കവാറും. ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവരെയും ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലൂടെ എല്ലാം തന്നെ വളരെ വഴിവിട്ട ഒരു സഹായം, ഒരു പ്രൊമോഷന് വേണ്ടി ഒരു വഴിവിട്ട സഹായം ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ശരി, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ പ്രിൻ്റ് മീഡിയയിൽ വന്ന പരിണാമങ്ങളല്ലോ. അപ്പോൾ പ്രിൻ്റ് മീഡിയകൾ മിക്കവാറും ഈ കുറേയധികം പത്രങ്ങളൊക്കെ വലിയ പാരമ്പര്യമുള്ളവരാണ്. അപ്പോൾ അവർക്ക് ചില ധാർമ്മിക ഒരു ഘടനയും ചില രീതിയിലുള്ള ധാർമ്മിക ഉത്തരവാദിത്തങ്ങളൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ടുകൊണ്ട് പത്രങ്ങൾ പിന്നെ അങ്ങനെ ഒരു പ്രചരണത്തിൽ ഏർപ്പെടാറില്ല. മാത്രമല്ല അതിൻ്റെ വായനയുടെ ഒരു സമൂഹത്തിന് പ്രത്യേകത ഉണ്ട്. അത് ഞാനും കൂടെയൊക്കെ പോയി എന്താണ് വാങ്ങി വായിക്കുന്നു. ഇത് അതിൻ്റെ രൂപം തന്നെ വരണം. ഈ പത്രം മുതലാളിക്ക് ധാരാ വായിക്കണമെന്ന് അറിയില്ല. അതെ, മാക്സിമം എന്താ വെച്ചാൽ പാർട്ടി പത്രമാണെങ്കിൽ പാർട്ടിക്കാർ വായിക്കേണ്ടതെന്ന്. പിന്നെ അവരെന്ത് ചെയ്യും, ആ ഓരോ കമ്മ്യൂണിറ്റിയെയും പ്ലീസ് ചെയ്യാൻ വേണ്ടി സമയാസമയങ്ങളിൽ അങ്ങനെയൊക്കെ പല ഗിമ്മിക്കുകളൊക്കെ കളിച്ചാണ് നടക്കുന്നത്. ഇനി ചാനലെടുത്ത് നോക്കൂ, ചാനലുകളെ സംബന്ധിച്ചോളം അവർക്ക് എത്ര പിന്നെ വ്യൂവേഴ്സ് ഉണ്ടെന്നൊക്കെ കാണാൻ പറ്റും. ഒരു സാധനം എന്ന സമയത്ത് എന്തൊക്കെ കണ്ടൻറ്റാണ് കൂടുതൽ കാണുന്നതെന്ന് അവർക്ക് എന്താ അറിയാം. പക്ഷേ അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പേഴ്സണലി ഈ വ്യൂവേഴ്സിനെ മോണിറ്റർ ചെയ്യാൻ കഴിയില്ല. പിന്നെ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ മാത്രമല്ല, നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ചാനലിന് ആരാണത് കാണുന്നത് എന്നുള്ളത് പിന്നെ സർവീലിയൻസ് വെക്കാൻ പറ്റില്ല. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് എത്രത്തോളമാണ് ഈ ഏത് തരം കണ്ടൻറ്റാണ് കൂടുതൽ മൂവ് ചെയ്യുന്നത്, അതാരാണ് പിന്നെ കാണുന്നത്. മാത്രമല്ല അവർക്ക് ചില സാധനങ്ങൾ ഇട്ട് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതെ, താല്പര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു സൂചന കിട്ടിയാൽ എന്താണ് അത് വെച്ച് വീണ്ടും ഇട്ട് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഭീകരമായിട്ടുള്ള ഒരു മാറ്റമാണ്. ഇതിൻ്റെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു വലിയ ഈ
പിന്നെ ആവശ്യാധിഷ്ഠിതം കണ്ടന്റ് എന്ത് ചെയ്യാൻ പറ്റും, നൽകാനൊക്കെ പറ്റും. അവിടെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു മാനിപ്പുലേഷൻ്റെ, അല്ലെങ്കിൽ മാനിപ്പുലേഷൻ പറയാൻ പറ്റില്ല, അതൊരു ബോധപൂർവമുള്ള ഒരു ഇടപെടലിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ്, ഒരു മാസമോ മറ്റോ മുമ്പാ തോന്നുന്നു, ഈ മെറ്റയുടെ ഗ്ലോബൽ അഫയേഴ്സിൻ്റെ ചീഫുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പ്രസിഡൻ്റാണ്, അദ്ദേഹത്തിൻ്റെ നിക്ക് ക്ലഗ് എന്നാണ് ഇതിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ ഹ്യൂജ് ടെസ്റ്റ് ഫോർ മെറ്റ എന്നാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ടെസ്റ്റ് ഫോർ മെറ്റ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു മന്ത്സ് ആൻഡ് മന്ത്സ് ഓഫ് പ്രിപ്പറേഷൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് ഈ പ്രിപ്പറേഷനൊക്കെ നടത്തിയത്, എന്തായിരുന്നു മെറ്റയുടെ ഒരു താല്പര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കൂടുതൽ എക്സ്പോസ്ഡായി വരേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ വളരെ ബോധപൂർവം തന്നെ പണം കൊടുത്തോ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരുത്തേണ്ട, തടയേണ്ട അത്തരം പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. അത് സമകാലിക ഇന്ത്യയിലെ ഏറ്റവും ഭീതിജനകമായൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് സത്യമാണ്. ഒരു കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ, രക്തരൂക്ഷിതമായിട്ടൊരു കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വളരെ വളരെ എളുപ്പമാണ് എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ കരുതിയത് മോദിയൊക്കെ ഇങ്ങനെ ഈ ചില റാലികളിലൊക്കെ, മോദി മാത്രമല്ല മറ്റ് BJP മറ്റ് സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ നേതാക്കളോ ഒക്കെ പല റാലികളിലൊക്കെ ഇത്തരത്തിലുള്ള ചില പ്രസംഗങ്ങൾ, ഹെയ്റ്റ് സ്പീച്ചുകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ കരുതിയത് ആ റാലിയെ അഭിസംബോധന ചെയ്യാവുന്നതാണ്. യഥാർത്ഥത്തിൽ അതല്ല. അത് ക്ലിപ്പുകളാക്കിയിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില കണ്ടൻറ്റുകളാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നമ്മൾ കൂടുതൽ വാച്ച്ഫുൾ ആകേണ്ട, കൂടുതൽ ഇത്തരം കാര്യങ്ങൾ എന്താ പറയുക തിരുത്താൻ വേണ്ട എന്തെങ്കിലുമൊക്കെ മെഷേഴ്സ് ഈ രാജ്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നുള്ളൊരു സത്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചില കൊടുക്കൽ വാങ്ങലുകൾ എന്നൊക്കെ പറയുന്ന പോലെയാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികളിൽ നിന്നൊക്കെ മാറി ഒരു അവസ്ഥയിൽ ഒരു മാറ്റം നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ മെറ്റ പോലെയുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള ഒരു വാർത്ത കൂടെ നമ്മൾ കേൾക്കണം. സത്യത്തിൽ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേരത്തെയുള്ള ആ ഒരു നയങ്ങളിൽ തന്നെയാണ് നിൽക്കുന്നത്. അവരിൽ നിന്ന് അത്രേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പക്ഷേ ഈ ഇലക്ഷൻ്റെ നേരത്തെ അംജദ് സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ അവർക്കുണ്ടായിരുന്ന സ്ട്രാറ്റജികൾ അല്ല അവസാന സമയത്തേക്ക് പറയുന്നത് പോലെ നമ്മൾ കണ്ടത്. ഇപ്പം ഒരു വലിയ മുന്നൊരുക്കം പോലെയാണ് കുറേ കാര്യങ്ങൾ ആദ്യം ചെയ്തു വെച്ചത്. അതെ, ആദ്യം പിന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ടുകൾ, അവരുടെ പിന്നെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു വെച്ചു. അതുപോലെ തന്നെ കേജ്രിവാളിനെ പോലെയുള്ള മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചു. പലർക്കെതിരെയും നിയമ നടപടികൾ വന്നു. ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടതിൻ്റെ ഉദ്ഘാടനം വളരെ വേഗത്തിലാക്കി. CAA നിയമം അതിനിടയ്ക്ക് നടപ്പിലാക്കി. അത് കഴിഞ്ഞ് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു വലിയ പ്രചാരണവുമായി മുന്നോട്ടിറങ്ങി. ആദ്യഘട്ടത്തിൽ അതിലായിരുന്നു, അങ്ങനത്തെ ഒരു അന്തരീക്ഷം ആ ഒരു പ്രചാരണത്തിൻ മയത്തിലായിരുന്നു പക്ഷേ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി ഉത്തരേന്ത്യൻ ഇലക്ഷനുകൾക്ക് എത്തിയോടുകൂടിയാണ് അതിരൂക്ഷമായ രൂപത്തിലുള്ള ഈ കലാപാഹ്വാനങ്ങളും വളരെ വംശീയമായ പിന്നെ പ്രചാരണങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കുറേ പദപ്രയോഗങ്ങൾ ഞാനതിനെ ആവർത്തിക്കുന്നില്ല, പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തിയും മുസ്ലിങ്ങളെ പോപ്പുലേഷൻ ജിഹാദ് ഉൾപ്പെടെയുള്ള പ്രയോഗങ്ങളൊക്കെ പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പ്രചാരണങ്ങൾക്ക് ഈ BJPയുടെ ഈ സംഘപരിവാർ ഫാസിസ്റ്റുകളുടെ അതേ മനോഗതിയുള്ള എല്ലാ സംവിധാനങ്ങളും, ഇപ്പോൾ നമ്മൾ ഹിറ്റ്ലറെ അല്ലെങ്കിൽ നാസികളെ ഫാസിസ്റ്റുകളെയൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവരൊക്കെ സ്വീകരിക്കുന്ന അതേ ഒരു നയം തൻ്റെ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി ഇവരും പ്രയോഗിക്കുന്നു. അതിനിപ്പോൾ മെറ്റയെ ഉപയോഗിച്ചു എന്നത് ഒരു പിന്നെ ICWIയുടെയും അതുപോലെ തന്നെ ഇക്കോയുടെയും
ഒരു പരീക്ഷണത്തിലൂടെ അത് നമുക്ക് പുറത്ത് കുറച്ചുകൂടി വിസിബിളായി കാണുന്ന രൂപത്തിലേക്ക് വന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് നേരത്തെ അമിത് സാർ സൂചിപ്പിച്ചു. ഇത് വലിയ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും, വലിയ കലാപങ്ങളുണ്ടാക്കും. ഒരു ചെറിയ വാർത്ത മതി, ഒരു വ്യാജ വാർത്ത കൊണ്ട് വലിയ പ്രശ്നങ്ങൾ കത്തിക്കാൻ പറ്റും. അതെ, ഇപ്പോൾ നമുക്കറിയാം ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് കുതുബുദ്ദീൻ അൻസാരിയുടെയും അശോക് മോച്ചിയുടെയും ഒരു പ്രസിദ്ധമായ ചിത്രമുണ്ട്. അശോക് മോച്ചി ആയുധമേന്തി വാള് പിടിച്ച് നിൽക്കുമ്പോൾ അയാളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന കുതുബുദ്ദീൻ്റെ ചിത്രം. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് രണ്ടുപേരും സൗഹൃദം പങ്കുവെക്കുന്ന ചിത്രം നമുക്ക് കിട്ടി. അശോക് മോച്ചി അന്നത്തെ ഒരു സാഹചര്യത്തെ വിശദീകരിച്ച് പറഞ്ഞ എന്താണ്, പുറത്തു നിന്നുള്ള മുസ്ലിങ്ങൾ വന്ന് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത കേട്ടാണ് ഞാൻ ആയുധമെടുത്ത് പുറത്തിറങ്ങിയത്. അപ്പോൾ ആ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ ആയുധമെടുത്ത് അല്ലെങ്കിൽ കലാപത്തിലേക്ക് തള്ളിവിട്ടത് ഒരു പച്ചയായ നുണ പ്രചരിപ്പിച്ചു. അന്നൊരു വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഇല്ലാത്തൊരു സമയത്തെന്നറിയണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന എല്ലാ സംവിധാനങ്ങൾക്കും ഒരു സെൻസർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം. അത് ഏറെക്കുറെ ഉണ്ട്. സിനിമക്ക് സിനിമക്ക് സെൻസറുണ്ട്, വാർത്തകൾക്ക് സെൻസറുണ്ട്, സോഷ്യൽ മീഡിയകൾക്ക് തന്നെ നമ്മളൊരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രാഥമികമായി നമ്മളോട് ഇതിൽ കുട്ടികളുടെ ചിത്രമുണ്ടോ എന്ന് ചോദിക്കും. ഇത് 18 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമാണോ? ഫേസ്ബുക്കിലേക്ക് നമ്മൾ യൂട്യൂബിലേക്ക് ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം തന്നെ 2020 അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ട്രംപ് പരാജയപ്പെട്ടു. ട്രംപ് ഒരു തരം മാനസിക വിഭ്രാന്തിയുള്ള ആളുകളെ പോലെയാണ് അവിടെ ആ സമയത്ത് പല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നത്. അന്ന് ക്യാപിറ്റോളിൽ ഒരു വലിയ കലാപസമാനമായ അന്തരീക്ഷം ഉണ്ടായി. അതിൽ ട്രംപിന് പങ്കുണ്ട് എന്ന വാർത്ത വന്നപ്പോൾ ഇൻസ്റ്റഗ്രാം 2 വർഷത്തേക്ക് ട്രംപിനെ വിലക്കി. പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ടാണ്, കുറച്ച് കഴിഞ്ഞാണ്, വർഷം അത്രയും എനിക്ക് ഓർമ്മയില്ല, ട്രംപിനെ ഇൻസ്റ്റഗ്രാം പിന്നെ ഇതുകൊണ്ട് രണ്ട് അവർക്ക് അവരുടെ അക്കൗണ്ട് അവർ റിമൂവ് ചെയ്തു. അത് വീണ്ടും ഏകദേശം 33 മില്യൺ ഫോളോവേഴ്സുള്ള അക്കൗണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അന്ന് ട്രംപിനുണ്ടായിരുന്നെന്ന് പറഞ്ഞത്. അത് ഇൻസ്റ്റഗ്രാമൊന്ന് റിമൂവ് ചെയ്തു. പിന്നീട് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ നിരീക്ഷിക്കാനും ഇത് ബ്ലോക്ക് ചെയ്യാനും ഇത് ഒഴിവാക്കാനൊക്കെ ഉള്ളൊരു സംവിധാനമുണ്ട്. മാത്രവുമല്ല അതിനകത്ത് തന്നെയുള്ള സിസ്റ്റത്തെക്കുറിച്ച് പറയാറുള്ളത് പിന്നെ അത് അവരുടെ ഒരു എന്താ പറയുക AI പോലെയുള്ള അവരുടെ ഒരു സംവിധാന അൽഗോരിതം ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സ്ക്രീൻ ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ കഴിയും. ആ സ്ക്രീൻ ചെയ്ത് പ്രശ്നം എന്നുള്ള കണ്ടൻറ്റുകൾ അവരുടെ അഡ്മിന്മാർക്ക് കിട്ടും. അവരത് നിരീക്ഷിച്ച് അവർക്കത് ബ്ലോക്ക് ചെയ്യാനും റിമൂവ് ചെയ്യാനും അക്കൗണ്ട് തന്നെ കളയാനും പറ്റും. അങ്ങനെ അക്കൗണ്ട് തന്നെ ഈ അടുത്തൊരു സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഏതോ ഒരു കമൻറ്റിൽ ഒരു ചെറിയ പരാമർശം നടത്തിയതിന് അയാളുടെ അക്കൗണ്ട് തന്നെ റിമൂവ് ചെയ്ത സംഭവം അപ്പോൾ അങ്ങനെ അവരെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഒരു ഭാഗത്തുണ്ട്. പക്ഷേ എന്നിട്ടും എങ്ങനെ ഇത് വന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കോർപ്പറേറ്റുകളും ഫാഷിസ്റ്റുകളും തമ്മിലുള്ള ആ അവിഹിത ബന്ധം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ്. അതിലേക്കുള്ള മറ്റൊരു തെളിവ് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ട്വിറ്റർ എലോൺ മസ്ക് വാങ്ങി, ട്വിറ്റർ X ആയി മാറി. അത് മാറിയതിന് ശേഷം ട്വിറ്ററിൻ്റെ CEO ആയിരുന്ന ജാക്ക്, പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് പിന്നെ ഇന്ത്യ ഗവൺമെൻറ് അവരോട് സഹകരിക്കാൻ, അവരുടെ വാർത്തകളുമായി സഹകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു, പ്രഷർ ചെയ്തിരുന്നു. അതിന് സന്നദ്ധരല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസുകളും നിങ്ങളുടെ വ്യക്തികളെ ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ റൈഡ് ചെയ്യും എന്ന് ഇന്ത്യ ഗവൺമെൻറ് അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നൊരു വാചകം ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയണ്ടായി. അപ്പോൾ ഇവിടെ വളരെ ബോധപൂർവം ഇങ്ങനത്തെ ഇതിൻ്റെ ഒരു വിശാലതയെ കണ്ടിട്ടിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവരുടെ വലിയൊരു മാർക്കറ്റാണ്. ഇന്ത്യ 140-ലധികം കോടി ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ചൈനയാണുള്ളത്. ചൈനയിൽ ഇവർക്കൊന്നും അനുവാദമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളാണുള്ളത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ എന്ത് കച്ചവടത്തിലെ ഏത് നെറികേടിനും ഇവരൊക്കെ സന്നദ്ധരാകും. അത് ഉപയോഗപ്പെടുത്തി ഗവൺമെൻറ്റും
അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളും ഇവരും തമ്മിലുള്ള ഒരു ധാരണയുടെ ഭാഗമായി തന്നെയായിരിക്കണം ഇത്തരം കണ്ടൻറ്റുകൾക്ക് അവർ അനുവാദം നൽകുന്നതും അത് പ്രചരിപ്പിക്കാനുള്ള വേദി ഒരുക്കുന്നതും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിങ്ങനെ അഴിച്ചുവിടുമ്പോൾ അതിൻ്റെ പേരിൽ വലിയ പ്രത്യാഘാതങ്ങളെ ഒരു പക്ഷേ നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നേരത്തെ അമീർ സാർ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ നടപടികൾക്ക് വിധേയമാകേണ്ട ഒരു സംഗതിയാണ്. വളരെ നല്ല ഒരു ചർച്ചയാണ് ഇപ്പോൾ കഴിഞ്ഞു വന്നത്. ബോധപൂർവമായ ഒരു ജാഗ്രത പൊതുസമൂഹത്തിനുണ്ടാകണം, സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. സമാധാനത്തിൽ പോകുന്ന ഒരു നാടിനെ തകർക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് നമ്മുടെ ഒരു ചർച്ചയുടെ മർമ്മം.